ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പാനീയം ഏതെന്ന് ചോദിച്ചാൽ അത് ബിയർ, വൈൻ, സ്പിരിറ്റ് എന്നിങ്ങനെ തുടങ്ങിയ ലിസ്റ്റിലേക്കായിരിക്കും എത്തുക. മദ്യത്തിന്റെ ഉപഭോഗം വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. നാൾക്കുനാൾ ഇവയുടെ ഉപയോഗം കൂടി വരുന്നുവെന്നാണ് റിപ്പോർട്ടുകളെല്ലാം വെളിപ്പെടുത്തുന്നത്. അതേസമയം തന്നെ മിതമായ ആൽക്കഹോൾ ഉപയോഗം ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങളുടെ സാധ്യത കുറയ്ക്കുമെന്നും ചില വിദേശ റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച രീതിയിൽ ലാഭമുണ്ടാക്കുന്ന വ്യവസായങ്ങളിലൊന്നും മദ്യം തന്നെയായിട്ടാണ് നിലനിൽക്കുന്നത്. ഉയർന്ന ഡിമാൻഡ് കാരണം വലിയ ലാഭമാണ് മേഖലയിലെ കമ്പനികൾ കൂടുതലും നേടുന്നത്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് യുണൈറ്റഡ് സ്പിരിറ്റ്സ് എന്ന വമ്പൻ കമ്പനിയെക്കുറിച്ചാണ്. 98,000 കോടി രൂപ മൂല്യവുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ മദ്യ കമ്പനിയായ യുണൈറ്റഡ് സ്പിരിറ്റ്സ് നിലകൊള്ളുകയാണ്. ഏകദേശം 1394.90 എന്ന റേഞ്ചിലാണ് ഓഹരി വിപണികളിൽ ഈ കമ്പനി കൂടുതലും മുന്നേറുന്നത്. റോയൽ ചലഞ്ച്, ജോണി വാക്കർ, സിഗ്നേച്ചർ, ആന്റിക്വിറ്റി തുടങ്ങിയ നിരവധി ആഡംബര മദ്യ ബ്രാൻഡുകൾ ഈ കമ്പനിയുടെ കീഴിൽ വരുന്നതാണ്. ഈ വർഷം ജനുവരിയിൽ യുണൈറ്റഡ് സ്പിരിറ്റ്സ് പ്രവീൺ സോമേശ്വറിനെ നിയുക്ത ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിക്കുകയുണ്ടായി. ഹിന നാഗരാജന് പകരക്കാരനായി മാർച്ച് 1 അദ്ദേഹം പദവി ഏറ്റെടുത്തത്. ഹിന ടിഒജിഒയുടെ ആഗോള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഭാഗമാണ് നിലവിലിപ്പോൾ. 1826 മാക്ഡോവൽ ആൻഡ് കമ്പനി എന്ന പേരിലായിരുന്നു യുണൈറ്റഡ് സ്പിരിറ്റ്സ് പ്രധാനമായിട്ടും ആരംഭിച്ചത്. മദ്യം ഇറക്കുമതി ചെയ്യുന്നതിലാണ് ആദ്യം കമ്പനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും. ലേലങ്ങളിലൂടെയും ഏറ്റെടുക്കലിലൂടെയും കമ്പനി വളരുകയായിരുന്നു. യുണൈറ്റഡ് സ്പിരിറ്റ്സിന്റെ ഒരു പ്രധാന പങ്കാളി കൂടിയാണ് ഡിയാജിയോ. ഈ കൂട്ടുകെട്ടോടെ കമ്പനിയിൽ ആഗോള ശ്രദ്ധ കാര്യമായി തന്നെ ആകർഷിക്കുകയുണ്ടായി. പങ്കാളിത്തം USLന്റെ പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കാനും പ്രീമിയം സ്പിരിറ്റ് വിഭാഗത്തിൽ സ്ഥാനം ശക്തിപ്പെടുത്താനും സഹായിച്ചിരുന്നു. വൈവിധ്യവും ശക്തവുമായൊരു ബ്രാൻഡ് പോർട്ട്ഫോളിയോ ഇന്നും കമ്പനിക്ക് നിലനിൽക്കുന്നുണ്ട്. വില കുറഞ്ഞ മദ്യങ്ങളിൽ നേടിയ ജനപ്രീതിയാണ് വളർച്ചയ്ക്ക് സഹായിച്ചതെന്ന് പറയുവാനും കഴിയും. ഇന്ത്യൻ സ്പിരിറ്റ്സ് വിപണിയിലെ വളരെ പ്രധാനിയായി കമ്പനി നിലവിൽ മാറിയിട്ടുമുണ്ട്.